എന്റെ ഈശോയെ കാത്തുരക്ഷിക്കണമേ. അജുവേ, അനുവേ, വേഗം റെഡിയാവ്. എങ്ങനെയുണ്ട് ജോസേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. പിന്നെ ടാബ്ലറ്റ്സ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്ന് വീട്ടിൽ പോകാൻ പറ്റും ഡോക്ടർ? ഉടനെ തന്നെ പോകാം. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പുതിയൊരു ഡോക്ടർ ചാർജ് എടുക്കുന്നുണ്ട്. ഡോക്ടർ ടോം ജോർജ്, ന്യൂറോ സർജനാണ്. അമേരിക്കയിലായിരുന്നു കുറേ കാലം. ഡോക്ടർ ടോം ജോർജിന്റെ ട്രീറ്റ്മെന്റ് ജോസിന് കിട്ടിയാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ശരീരം മുഴുവൻ തളർന്ന രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തിയ എക്സ്പീരിയൻസ് ഡോക്ടർ ടോമിനുണ്ട്. ടോം എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. ജോസിന് വേണ്ടി ഞാൻ ഡോക്ടർ ടോമിനോട് റെക്കമെൻഡ് ചെയ്യാം. അദ്ദേഹം നാളെ തന്നെ ചാർജ് എടുക്കും. ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിന് ഏറ്റവും നല്ല റിമാർക്ക് നേടിത്തരുന്ന ഘടകങ്ങൾ. ഡെഫിനറ്റ്ലി ഹോസ്പിറ്റൽ ഗോയിങ് ഓൺ വെൽ. പിന്നെ സാറിന്റെ സേവനം കൂടി ആകുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ നമ്പർ 1 ആകും. അതിന് യാതൊരു സംശയവുമില്ല. എത്രയോ വർഷമായി നമ്മുടെ നാടും വീടും മറന്ന് US-ൽ പ്രൊഫഷണൽ ഏതായാലും ഇംപ്രൂവ് ചെയ്യാൻ ധാരാളം സോഴ്സസ് US-ലുണ്ട്. ടെക്നോളജി വളർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ത്യക്ക് വെളിയിൽ എന്ത് ജോബായാലും വെറും യന്ത്രം മാതിരിയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ, അതിൻ്റെ ഒരു സുഖം, അത് മറ്റെവിടെ പോയാലും കിട്ടില്ല. ബൈ ദ ബൈ, ഡോക്ടർ സാമുൽ ഒരു സ്പെഷ്യൽ കേസിന്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നല്ലോ. എന്താ അത്? വൺ മിസ്റ്റർ ജോസ്, പാരലൈസ്ഡ് പേഷ്യന്റ്, വെരി പുവർ ഫാമിലി. സാമുൽ തന്ന ഫയൽ ഞാൻ കണ്ടിരുന്നു. ബൈക്ക് ആക്സിഡന്റിൽ പെട്ടതാണല്ലേ? യെസ് ഡോക്ടർ, പാരാപ്ലീജിയ. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മാസം കഴിഞ്ഞു. ഇംപ്രൂവ്മെന്റ് ഒന്നും കാണുന്നില്ല അല്ലേ? അതെ ഡോക്ടർ, 2-3 ദിവസം മുമ്പ് ബെഡിൽ നിന്ന് താഴെ വീണു. ചെക്കപ്പിൽ മറ്റു കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. എനിവേ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ചെറിയൊരു ചലഞ്ച്. ഇത് നമുക്കൊരു സ്പെഷ്യൽ കേസായി ഫോർവേഡ് ചെയ്യാം. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ കൈകളിലൂടെയാണല്ലോ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ജോസിന്റെ മെഡിക്കൽ സമ്മറി ഫുൾ ഞാൻ നോക്കി. ആക്സിഡന്റ് നടന്ന വർഷം, സമയം, ട്രീറ്റ്മെന്റ് എല്ലാം. ഞാൻ തന്നെ എന്നെ ശപിച്ച ദിവസമായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ല ജോസേ, ദൈവമായിട്ടാണ് ഡോക്ടർ ടോമിനോട് എത്തിച്ചത്. നാളെ മുതൽ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ജോസ് നടന്നിരിക്കും. ഐ ക്യാൻ ഡു എവറിത്തിങ് ഈസ് വെരി വെൽ. നോക്കട്ടെ. മെഡിസിൻ ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. വീഴുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ദൈവത്തിന്റെ പ്ലാനാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജോസ് സുഖപ്പെടും. ഓക്കെ, ശരി എന്നാ. ഈശോയെ, ടെൻഷനാകാതിരിക്കേ, നമുക്ക് അന്വേഷിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു സാധനവും നഷ്ടപ്പെടൂല. റൂം ക്ലീൻ ചെയ്യാൻ പോയപ്പോ കിട്ടിയതാ. ഞാനിത് ഓഫീസിൽ ഏൽപ്പിക്കാൻ പോവുകയായിരുന്നു. ഡാഡിയുടെ പ്രോപ്പർട്ടി വിറ്റ ക്യാഷും ഫയലുവാ. തിരിച്ചു കിട്ടിയാൽ വളരെ ഉപകാരം. ആന ആയതുകൊണ്ട് മാത്രം ഇത് തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ആനിത് വാങ്ങിക്കണം. ഇതൊന്നും വേണ്ട. ഒരു സന്തോഷത്തിന് വാങ്ങിച്ചോ? സന്തോഷം തരണല്ലേ. ശരി എന്നാ, ഓക്കെ, വരട്ടെ. അല്ല ആനി, പാർക്കിൽ പോണ കാര്യം. അല്ല ആശാനെ, പോകലെ, നമ്മളെ കണ്ടില്ലല്ലോ. ജോസിന്റെ കാര്യം പറയാനാണ് ഞാൻ ഡോക്ടർ സാമുവലിനെ വിളിപ്പിച്ചത്. എനിവേ, എന്നെ സംബന്ധിച്ചിടത്തോളം ജോസിന്റെ ട്രീറ്റ്മെന്റ് ഒരു സ്പെഷ്യൽ കേസാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ ഫോർവേഡ് ചെയ്യണം. യെസ് ഡോക്ടർ.
ട്രീറ്റ്മെന്റിന് ചെലവാകുന്ന പണത്തിന്റെ കാര്യത്തിന് ഒരു ടെൻഷനും വേണ്ട. അറ്റ് എനി കോസ്റ്റ് ജോസിനെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം. മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടിടത്ത് ദൈവത്തിന്റെ ശക്തി സക്സസ് ആയ ചരിത്രമേ ഉള്ളൂ. ഐ ബിലീവ് ഇൻ ഗോഡ്. ആനി എന്താ ഇവിടെ? സിസ്റ്റർ സാലിയുടെ വീട് വരെ ഒന്ന് വന്നതാ. ആനി 2 ദിവസം ലീവായിരുന്നു അല്ലേ? ജോസേട്ടനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് വീട്ടിലൽപ്പം ജോലി തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ലീവ് എടുത്തേ. ജോസിന്റെ കണ്ടീഷൻ പഴയതിനേക്കാൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. ആ, കാലിനൊക്കെ ചെറിയ അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ടോം ഇന്നുകൂടി ജോസിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ജോസ് വൈകാതെ സുഖം പ്രാപിക്കും. പിന്നെ അധികം താമസിയാതെ തന്നെ ഒരു വീൽ ചെയർ വാങ്ങിക്കാനുള്ള ഏർപ്പാട് ആനി ചെയ്തു. ഡോക്ടർ ടോമിന്റെ സേവനം നമുക്ക് ലഭിച്ചത് തന്നെ ദൈവഭാഗ്യം. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എങ്കിൽ ഞാൻ പോട്ടെ. ശരി ഡോക്ടർ.